Good afternoon. Good afternoon, madam. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer പാട്ട് മാം. ചെയ്തോളൂ. ഇങ്ങുമിങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേരിയായി എന്നോടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. നന്നായിട്ടുണ്ട് കേട്ടോ, സ്ഥിരമയാണ്. താങ്ക് യു മാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലെ? കഴിഞ്ഞ വീക്ക് ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പത്തെ വീക്കില് ഓർമ്മയുണ്ടോ? ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിനില് കുറച്ച് പോയിന്റ്സ് കഴിഞ്ഞു മിസ്. അതില് കോകരിക്കുലർ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. കോകരിക്കുലർ ഒക്കെ കഴിഞ്ഞല്ലോ. സെമിനാർ ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് അവിടെയാണ് ഞാൻ പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദൈവമേന അത് കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ നാളായി അല്ലേ? ശരിയാ മിസ്സേ. ഓർഗനൈസേഷൻ കഴിഞ്ഞു. ഓർഗനൈസേഷൻ ഞാൻ അപ്പുറത്തെ പേജിലെത്തി. പ്രാക്ടിക്കൽ മെഷേഴ്സ് ഫോർ സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞായിരുന്നില്ലേ? ഓർമ്മയില്ല ആർക്കും? മാം ക്യാഷ് വരെ പറഞ്ഞതാണ് എന്റെ ഒരു ഓർമ്മ. ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് അതൊക്കെ കഴിഞ്ഞു മിസ്സേ. എന്റെ ഓർമ്മ സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാം സെമിനാർ കൊടുത്തതാന്ന് തോന്നുന്നു മാം. സെമിനാർ കൊടുത്തതാണ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. അന്ന് സെമിനാർ ഒക്കെ പ്രസന്റ് ചെയ്തപ്പോ നിങ്ങൾ നോട്ടൊക്കെ ചെയ്തെടുത്തില്ലേ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ഓർമ്മ ഞാൻ പറഞ്ഞതാണല്ലോ. ഞാനാണ് പറഞ്ഞത്. സെമിനാർ ടോപ്പിക് എഴുതിയിട്ടില്ല ഇവിടെ. ഓക്കെ, സർവീസ് ബുക്ക് പറഞ്ഞിട്ടില്ലല്ലോ. സർവീസ് ബുക്ക് ഇല്ല പറഞ്ഞില്ല. ഓക്കെ. സർവീസ് ബുക്ക് റിപ്പോർട്ട് ടു ദ പാരന്റ്സ് അവിടം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയെന്നാണ് എന്റെ ഒരു ഓർമ്മ. അടുത്തത് സർവീസ് ബുക്ക് ആണ് കേട്ടോ. ഓക്കെ, സർവീസ് ബുക്ക് നമുക്ക് നോക്കാം. The service book contains the service history of the employees, information like the employee's date of appointment, his date of birth, educational qualifications, identical marks, permanent home address, transfer, leave accounts, date of increments, reversion of if any, restatement, etc. are carefully written in this book. The original service book is kept in the custody of the headmaster in the secondary school. The authorities should duly review the service book and make essential entries. The first page of the service book contains the following information. എന്താണ് സർവീസ് ബുക്ക്? എന്താണ് സർവീസ് ബുക്കിൽ പറയുന്ന കാര്യങ്ങള്? എന്താ സർവീസ് ബുക്ക്? സർവീസ് ബുക്കില് അവരുടെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അവരുടെ അപ്പോയിന്റ്മെന്റ് ചെയ്ത അവരുടെ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ്,
അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ ഐഡന്റിഫിക്കേഷൻ മാർക്ക്, അങ്ങനെ അവരെ കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആ ഒരു സർവീസ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് സർവീസ് ബുക്ക് എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ അവരുടെ സർവീസ് ഹിസ്റ്ററി, അതായത് അവരുടെ സേവന ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ഭൂരിഭാഗം പേരും ഈ കോഴ്സ് കഴിയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുമല്ലോ. അപ്പോ നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിന്റെ എംപ്ലോയി ആയിട്ട് മാറും. അപ്പൊ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ കുറെ കാര്യങ്ങൾ അതിനകത്ത് കുറച്ച് ഇൻഫോർമേഷൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങളെ എപ്പോഴാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്, അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ മാർക്സ്. അല്ലെ, ഐഡന്റിഫിക്കേഷൻ മാർക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിഫിക്കേഷൻ മാർക്സ് എന്താണ്? നമ്മളെ തിരിച്ചറിയുന്നതിന് മറകുകൾ കാര്യങ്ങൾ ദൈനിക്കുണ്ട് ഇവിടെ വരണം കേട്ടോ. ഐഡന്റിറ്റിക്കൽ മാർക്സ് എന്തോ അത് മറുകാണോ ചോദിക്കുക? അത് മറുക തന്നെയാണ്. എന്റെ മോനുണ്ട് ഇതുപോലെ. അതുണ്ടല്ലേ? ഇത് ചെറുതായിരുന്നു, പക്ഷെ ഞാൻ വളരുന്നതനുസരിച്ച് ഇത് വലുതായി വന്നു. അതാണ് പ്രത്യേകമായിട്ട്. വളരെ ചെറുതായിരുന്നു, പിന്നീടാണ് വലുതായത്. നല്ലതാ മാം ബ്യൂട്ടി സ്പോട്ട്. പക്ഷെ എനിക്ക് അത്ര അത് ഇഷ്ടമല്ല. എന്നാലും നിങ്ങൾക്ക് കാണുന്നവർക്കൊക്കെ നല്ലതാണ്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരു മറുകിരിക്കുന്നോണ്ടേ ഒരു എന്താ ഒരു ഇറിറ്റേഷൻ ആണ് ചില സമയത്ത്. അപ്പോ ഐഡന്റിഫിക്കേഷൻ മാർക്സ്, പിന്നെ പെർമനന്റ് ഹോം അഡ്രസ്, അതായത് സ്ഥിര മേൽവിലാസം, പിന്നെ ട്രാൻസ്ഫർ, ഇപ്പോ ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ള ആളാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ലീവ് അക്കൗണ്ട്സ്, പിന്നെ ഇൻക്രിമെന്റ്സ്, സാലറി ഒക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങള്, പിന്നെ റിവേർഷൻ, അത് ഞാൻ കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ, അതിനകത്തുള്ള കാര്യങ്ങള്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് സർവീസ് ബുക്കിൽ ഉണ്ടാവുക. പിന്നെ ഇത് വെച്ച്, അതായത് ഇത് കെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഹെഡ് മാസ്റ്ററുടെ അണ്ടറിലായിരിക്കും, ഹെഡ് മാസ്റ്ററുടെ കസ്റ്റഡിയിലായിരിക്കും സർവീസ് ബുക്ക് ഉണ്ടാവുക. പിന്നെ സർവീസ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് എംപ്ലോയീസിന്റെ പേരുണ്ടാകും, പിന്നെ അതുപോലെ തന്നെ റെസിഡൻസ്, അവരുടെ സ്ഥലം ഉണ്ടാവും, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ബൈ ക്രിസ്ത്യൻ, അതായത് എന്നാണ് അതായത് നമ്മുടെ വർഷം സഹിതം, വർഷം സഹിതമുള്ള കാര്യങ്ങൾ, ഇയർ സഹിതമുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകും. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാകും, പിന്നെ ഹൈറ്റ് എത്രയാണെന്ന് ഉണ്ടാകും, പിന്നെ പേഴ്സണൽ മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ മാർക്കുകള്, പിന്നെ അതുപോലെ തന്നെ അച്ഛന്റെ പേരും അഡ്രസ്സും ഉണ്ടാകും. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഫിംഗർ ഇംപ്രഷൻ, അതെ നമ്മുടെ തമ്പിന്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ടീച്ചറുടെ സിഗ്നേച്ചർ ഉണ്ടാകും. പിന്നെ എപ്പോഴാണ് സർവീസിൽ കയറിയിട്ടുള്ളത്, ആ ഒരു ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ഉണ്ടാകും. പിന്നെ ഹെഡ് മാസ്റ്ററുടെ സിഗ്നേച്ചർ ഉണ്ടാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പേജിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തേതിൽ എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ പേജിൽ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. സെക്കൻഡ് പേജില് ടെമ്പററി ആണോ പെർമനന്റ് ആണോ എന്നുണ്ടാകും. അതുപോലെ തന്നെ എന്താ പറയാ, ഡേറ്റ് ഓഫ് ഇൻക്രിമെന്റ്, മന്ത്ലി പേ, ഡേറ്റ് ഓഫ് ഇൻക്രിമെന്റ്, അതായത് സാലറി പോലുള്ള വിവരങ്ങൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇൻക്രിമെന്റ് എപ്പോഴാണ്, അതായത് സാലറിയിൽ എന്തെങ്കിലും വർധനവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. പിന്നെ ലീവ് അക്കൗണ്ടിന്റെ വിവരങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ തുടർന്ന് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീവർഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീവർഷൻ എന്ന് പറഞ്ഞാല് അതായത് നമ്മളിപ്പോ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ പോസ്റ്റിൽ നിന്ന് നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്നതിനെയാണ് റീവർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളിപ്പോ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് പോയി വീണ്ടും നിങ്ങൾ ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിനെയാണ് റീവർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റീഇൻസ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് പുനർനിയമനമാണ്. അതായത് പദവിയിൽ, അതായത് ഒരാൾ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാരണത്താൽ കുറച്ച് നാളത്തേക്ക് അയാളെ മാറ്റി നിർത്തേണ്ടത്, ചിലപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പണിഷ്മെന്റ്, ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ കൊടുത്തേക്കാം. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും അതിനകത്ത് റീ അപ്പോയിന്റ് ചെയ്യുന്നതിനെയാണ് റീഇൻസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ സർവീസ് ബുക്കിലാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ.
പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് താഴത്തെ പാരഗ്രാഫില് സർവീസ് ബുക്കിലെ വിവരങ്ങൾ, അതായത് സർവീസ് ബുക്കിലുള്ള ഡീറ്റെയിൽസ് 5 വർഷത്തിലൊരിക്കല് പുതുക്കണം എന്ന് പറയുന്നുണ്ട്, റിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ അത് ചെക്ക് ചെയ്തിട്ട് അത് സ്ഥിരീകരിക്കുകയും വേണം. അതായത് അതിനകത്തുള്ള വിവരങ്ങൾ, അതായത് നമുക്കിപ്പോ ഒരു എംപ്ലോയീസിന്റെ അതായത് അവരുടെ സ്ഥലം, അഡ്രസ്സില് സ്ഥലം മാറിയാലോ അല്ലെങ്കിൽ ഫോൺ നമ്പർ മാറിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചാലോ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിനകത്ത് ആ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. അപ്പൊ 5 വർഷത്തിനിടയ്ക്ക് പല കാര്യങ്ങളും ഉണ്ടാവാം. ചിലപ്പോ അവര് ഒരു താമസിച്ച സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവാം, പുതിയ വീട് വാങ്ങിച്ചേക്കാം, പുതിയ അഡ്രസ് ആവുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള വിവരങ്ങൾ, അതായത് ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യണം. എന്തില്? സർവീസ് ബുക്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ 5 വർഷത്തിൽ ഒരിക്കലും അത് പുതുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആരും സെമിനാർ ഒന്നും പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഉണ്ടാവും? ഇല്ല. നെക്സ്റ്റ് വൺ ടീച്ചേഴ്സ് ഡയറി ആണ്. ടീച്ചേഴ്സ് ഡയറി നിങ്ങളൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ. എന്താണ് റോഷ്നി ടീച്ചേഴ്സ് ഡയറി? അത് മനസ്സിലായ പറഞ്ഞാൽ മതി മാം. മനസ്സിലായത് പറഞ്ഞാൽ മതി. ടീച്ചേഴ്സ് ഡയറി എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിന്റെയും കയ്യിൽ ടീച്ചേഴ്സ് ഡയറി കാണും. ഇതിനകത്ത് അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് കാണും. അതിൽ ഒരു പുതിയ ടീച്ചർ ആണെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സണലായിട്ടുള്ള ഐഡന്റിഫിക്കേഷനും ടീച്ചറിന്റെ പേരും സബ്ജക്റ്റും ക്ലാസ് ടീച്ചറിന്റെ അഡ്രസ്സും അതെല്ലാം ഫോൺ നമ്പറും ഒക്കെ അതിനകത്ത് കാണും. പിന്നെ പറയുന്നത് ടൈം ടേബിളും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് എഴുതിയിരിക്കണം. സബ്ജക്റ്റും കോഴ്സ് ഇങ്ങനെയാണോ മാം? എനിക്ക് അറിയത്തില്ല. പറഞ്ഞോളൂ, തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ, യാതൊരു കുഴപ്പമില്ല, പറഞ്ഞോളൂ. സബ്ജക്റ്റും കോഴ്സും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം, ആ ഡയറിയിൽ എഴുതിയിരിക്കണം. പിന്നെ കണ്ടന്റ്, സബ്ജക്റ്റ്, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ റെഗുലറായിട്ട് എഴുതിയിരിക്കണം. പിന്നെ സ്റ്റുഡൻസിന് ലഭിക്കുന്ന മാർക്കൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്യണം. പിന്നെ പ്രിൻസിപ്പളിന്റെ സൈൻ അതിനകത്ത് എല്ലാ മാസവും മേടിക്കണം. പിന്നെ ടീച്ചർ ഹാസ് മാനേജ് ടീച്ചിങ് ആക്ടിവിറ്റീസ് അക്കോർഡിംഗ് കലണ്ടറിൽ പറയുന്ന പ്രകാരമുള്ള ടീച്ചിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് അതിനകത്ത് എഴുതി വെക്കണം. പിന്നെ ആനുവൽ എക്സാമിന്റെയും ഇയർലി എക്സാമിന്റെയും കാര്യങ്ങളൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കണം. അറ്റൻഡൻസും സ്കൂളിലെ മറ്റ് പ്രോഗ്രാംസും ആക്ടിവിറ്റികളും ഒക്കെ അതിനകത്ത് എഴുതിയിരിക്കണം. ഡയറി എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കണം. അതായത് ടീച്ചേഴ്സ് ഡയറി എന്ന് പറയുമ്പോൾ ഓരോ ടീച്ചേഴ്സിനും സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള ഒരു ബുക്കാണ് ടീച്ചേഴ്സ് ഡയറി എന്ന് പറയുന്നത്. ആ ടീച്ചേഴ്സ് ഡയറിയിൽ നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ട കാര്യം, അതായത് എല്ലാ സ്കൂളുകളും കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ടീച്ചേഴ്സ് ഡയറി. CBSE സ്കൂളിലൊക്കെ മസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്? കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ? ടീച്ചേഴ്സ് ഡയറി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ടല്ലേ? സുജിത കണ്ടിട്ടുണ്ട്? ഉണ്ട്. അത് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓക്കെ. അപ്പോ ഈ ഡയറിയില് പ്രത്യേകമായിട്ടും അതായത് ടീച്ചറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങള്, പിന്നെ ടീച്ചറെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇൻഫോർമേഷൻസ്, ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചേഴ്സ് ഡയറി ഉപയോഗിക്കുന്നത്. ഡേ ടു ഡേ, അതായത് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയി, എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, അങ്ങനെ സകലമായ ഡീറ്റെയിൽസും ടീച്ചേഴ്സ് ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കും. ഓക്കെ. അപ്പോ ടീച്ചേഴ്സ് ഡയറിയിൽ നിർബന്ധമായിട്ടും റെക്കോർഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടീച്ചറിന്റെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ്, പിന്നെ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, എന്തൊക്കെ സബ്ജക്റ്റുകളാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, ആ ഒരു കാര്യം രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ സമയക്രമം, അതായത് ചിലപ്പോ ഒരു ടീച്ചർക്ക് പല ക്ലാസ്സുകളില് സബ്ജക്റ്റുകൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, ആ ഒരു വിവരം രേഖപ്പെടുത്തി വെക്കണം. പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. അതായത് ടീച്ചർക്ക് തന്നെ ബോധം ഉണ്ടാവണം. അതായത് ഞാൻ ഏതൊക്കെ ക്ലാസ്സുകളാണ് പഠിപ്പിക്കുന്നത്, എനിക്ക് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ക്ലാസ്സുകളാണ് പഠിപ്പിക്കാനായിട്ട് കയറേണ്ടത്. അപ്പൊ ആ ഒരു ടൈം ടേബിളും ടീച്ചേഴ്സ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ ഓരോ ആഴ്ചയും ഈ ടീച്ചർ പഠിപ്പിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, അതായത് പഠിപ്പിച്ച വിഷയങ്ങൾ, അതായത് സബ്ജക്ട് ഇപ്പോൾ ചിലപ്പോൾ സോഷ്യൽ എടുക്കാം, ചില ടീച്ചേഴ്സ് സയൻസ് എടുക്കാം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അല്ലെ, സബ്ജക്റ്റുകളുണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, അതിനകത്ത് ഏതൊക്കെ ലെസൺസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിവസം ഇപ്പോ പഠിപ്പിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതിന്റെ കാരണം, ഫോർ എക്സാമ്പിൾ ചിലപ്പോ അവധിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും. ഓക്കെ. അപ്പൊ അതിന്റെ കാരണം എന്താണ്, പഠിപ്പിക്കാൻ പറ്റാതെ പോയതിന്റെ കാരണം, ഇപ്പൊ കഴിഞ്ഞ തേഴ്സ്ഡേ എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ നെറ്റ് കട്ടായിരുന്നു, നെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതെ പോയത്. അപ്പോ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു വിവരം
ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. അപ്പോ ഓരോ ടീച്ചർക്കും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഹോളിഡേസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിരിക്കാം. അപ്പോ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് റീസൺ എന്ന് അവിടെ എഴുതിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇന്റേണൽ മാർക്സ്, കുട്ടികളുടെ ഇന്റേണൽ മാർക്സ് ടീച്ചേഴ്സ് ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുമ്പോൾ അതിന്റെ താഴെയായിട്ട് ടീച്ചർ സൈൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സൈൻ ചെയ്തിട്ട് ഇത് ഹെഡ് മാസ്റ്ററിന്റെ പക്കൽ കൊടുക്കണം. മാസത്തിൽ ഒരു തവണ ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കണം. ഹെഡ് മാസ്റ്റർ സൈൻ ചെയ്ത് തരുന്നതാണ്. അപ്പൊ മാസത്തിൽ ഒരു തവണയെങ്കിലും ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തിരിക്കണം, ഇതിൽ സൈൻ മേടിച്ചിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഓരോ ടീച്ചേഴ്സും സ്കൂൾ കലണ്ടർ അനുസരിച്ചിട്ടാണ് അതായത് ആ ടീച്ചേഴ്സിന്റെ ആയിട്ടുള്ള ടീച്ചിങ് രീതികൾ പിന്തുടർന്ന് പോകേണ്ടതെന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ക്വാർട്ടർലി എക്സാം, ഹാഫ് ഇയർലി എക്സാം, ഫൈനൽ എക്സാം, അങ്ങനെ ആ എക്സാം നടക്കുന്ന സമയത്ത് എക്സാം അനുസരിച്ചിട്ടുള്ള പോർഷൻസ് തീർക്കാനായിട്ട് ടീച്ചർ ശ്രദ്ധിക്കണം. അതായത് ടീച്ചേഴ്സ് ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കുന്നതനുസരിച്ച് ഇപ്പൊ ഓണപ്പരീക്ഷയുണ്ട്, ഓണപ്പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുമ്പെങ്കിലും തീർത്തിരിക്കണം, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം, റിവിഷൻ കൊടുക്കാം, അല്ലെ? അപ്പൊ അത്തരത്തില് ഇന്ന ടൈമിലാണ് പോർഷൻ തീർന്നത്, ഏതൊക്കെ പോർഷൻ ആണ് തീർന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങള് ടീച്ചേഴ്സ് ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കണം. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലെ മറ്റു പരിപാടികൾ, അതായത് മറ്റു പ്രോഗ്രാംസിലൊക്കെ ടീച്ചർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അറ്റൻഡൻസ്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാമിനാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ വിവരങ്ങളും ടീച്ചേഴ്സ് ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ടീച്ചേഴ്സ് ഡയറി എന്ന് പറയുന്നത് ഡേ ടു ഡേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്ഡേഷൻ ഉണ്ടാവും, അതായത് എല്ലാ ദിവസവും ടീച്ചേഴ്സ് ഡയറി നമ്മൾ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സുരമ്യക്ക് ഓക്കെ അല്ലേ? സുരമ്യ ആളില്ലേ ഇവിടെ? മാം അമ്മയെ ഒന്ന് പിടിച്ചെടുത്ത് കിടത്താൻ വേണ്ടി പോയതുകൊണ്ട് സോറി മാം, എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടില്ല, അതുകൊണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ടീച്ചേഴ്സ് ഡയറി ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്ന് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ. മാം അമ്മയുടെ കാൽ ഒടിഞ്ഞുകൊണ്ട് അമ്മ പിടിച്ച് കിടത്താൻ വേണ്ടി പോയതാ, അതാ പറ്റി. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ മാം. ഒരാളൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ടീച്ചേഴ്സ് ഡയറി എന്നിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കൂ. ഷോണിമ ഒന്ന് റീഡ് ചെയ്യാമോ? മാം ഞാൻ മോന് ഫുഡ് കൊടുക്കും, അതുകൊണ്ട് ഫോണ് മാറ്റി ദൂരെ വേറെ ആരാണ് റീഡ് ചെയ്യാം? അഡ്വാൻറ്റേജസ് 5 പോയിന്റ് ഉള്ളൂ, ആരാ റീഡ് ചെയ്യാം? ഞാൻ ചെയ്യാം മാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അയ്യോ, അത് ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ മതി. ഓക്കെ, പറഞ്ഞോളൂ.
advantages of teacher's diary. It provides the teaching record of a teacher and other activities performed by him. അതിൽ പറയുന്നത് ഇത് ടീച്ചേഴ്സിന്റെ റെക്കോർഡെല്ലാം ഇത് അവരുടെ ആക്ടിവിറ്റീസും എല്ലാം ഇത് പെർഫോമൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യും, നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണോ മാം? അതായത് ഇതൊരു കംപ്ലീറ്റ്, അതായത് ഒരു എന്താ പറയാ ടീച്ചിങ് റെക്കോർഡ്, ടീച്ചറുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എല്ലാ പെർഫോമൻസും ഈ ഒരു ഡയറിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കുവാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ 6 മണിക്ക് എണീക്കുന്നു, പിന്നീട് കുഞ്ഞുങ്ങൾ കിച്ചണിൽ കയറുന്നു, അവിടെയുള്ള ജോലികൾ ചെയ്യുന്നു, കുറച്ച് സമയം എക്സസൈസ് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ വിടുന്നു, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നു. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യാറുണ്ട്. ഈ ടൈം ടേബിൾ ആക്കിയാലുള്ള ഗുണം എന്താ? ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ നമ്മുടെ ലൈഫിൽ തന്നെ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും. അതായത് ഒരു ടീച്ചർക്ക് ആ ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് ടീച്ചേഴ്സ് ഡയറി സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ടീച്ചർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഒരു ടീച്ചേഴ്സ് ഡയറി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ആഴ്ച എന്താ പഠിപ്പിച്ചതെന്നല്ലേ. കാരണം എനിക്ക് ആ ടീച്ചേഴ്സ് ഡയറി നോക്കി എനിക്ക് നിങ്ങളോട് പറയാമോ ഞാൻ ഇവിടം വരെയാണ് എടുത്തത്. കാരണം എനിക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും, പക്ഷെ ഞാൻ അത് സൂക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കൊടുത്തത്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങള് ടീച്ചേഴ്സ് ഡയറിയിൽ ഉണ്ടാവും. അത് നമ്മൾക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് സഹായിക്കും. രണ്ടാമത്തത്, ഇറ്റ് ഗൈഡ്സ് ദ ടീച്ചർ ഫോർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് ഓഫ് ഡിഫറെന്റ് ക്ലാസ്സസ് പ്രിസൈസ്ലി ടു ഹിം. അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകളാണ്, ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ആ ടീച്ചർ പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഏതൊക്കെ സബ്ജക്റ്റുകൾ എടുത്തു, ഏതൊക്കെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് എടുത്തത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് എടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തത്, ഇറ്റ് ബ്രിങ്സ് ദ റെലവൻസ് ഓഫ് ടീച്ചേഴ്സ് വർക്ക്സ് ആൻഡ് കംപ്ലീറ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ്. അതുപോലെ തന്നെ എന്താണ് ടീച്ചേഴ്സിന്റെ വർക്ക്, ഏതൊക്കെ വർക്കുകളാണ് കൊടുത്തത്, ഏതൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ടീച്ചർക്ക് ഉള്ളതെന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും. നാലാമത്തത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ക്ലാസ് റൂം മാനേജ്മെന്റ് ആൻഡ് പ്രിപ്പയറിംഗ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി. അതുപോലെ തന്നെ ക്ലാസ് റൂം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ടീച്ചർക്ക് അറിയാം ഇന്ന ക്ലാസ്സിൽ എന്താണ് എടുക്കേണ്ടത്, എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാം, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ടീച്ചേഴ്സ് ഡയറി കൊണ്ട് സഹായിക്കുന്നുണ്ട്. Then last one, it provides the basis to the principal to supervise and to check teachers working. അതുപോലെ തന്നെ ടീച്ചർമാർ കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ടീച്ചേഴ്സ് ഇന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇന്ന പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റർക്ക് ടീച്ചേഴ്സ് ഡയറി ഹെൽപ്ഫുൾ ആണ്. അതായത് ഒരു ടീച്ചറുടെ വർക്കുകൾ അവരുടെ ടീച്ചേഴ്സ് ഡയറി നോക്കിയാൽ ഹെഡ് മാസ്റ്റർക്ക് ക്ലിയർ പിക്ചർ ആയിട്ട് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ലിമിറ്റേഷൻസ് ഓഫ് ടീച്ചേഴ്സ് ഡയറി ആണ് കേട്ടോ. ലിമിറ്റേഷൻസ് ഓഫ് ടീച്ചേഴ്സ് ഡയറി. Theoretically, it appears to be very useful for teachers and for the school head, but practically it has the following limitations. അതായത് ഇത് വളരെ നല്ല രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നെങ്കിൽ കൂടിയും ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ടീച്ചേഴ്സ് ഡയറി എഴുതുന്നതിനും അത് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് നോക്കാം. Practically, it is difficult and additional work for a teacher to maintain a teacher diary and keep it up to date. അതായത് ഈ ടീച്ചേഴ്സ് ഡയറി സൂക്ഷിക്കുന്നതിനും അതെപ്പോഴും എന്താ പറയാ അപ് ടു ഡേറ്റ് ആയിട്ട്, അതായത് അതിനകത്ത് എപ്പോഴും അപ്ഡേഷൻ വരുത്തുന്നതിനും ഒക്കെ
ടീച്ചേഴ്സിന്റെ ഒരു അധിക ജോലിയായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് ഒരു ജോലി കൊടുത്തിട്ടുണ്ട്, അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുകയാണ് കുട്ടികളെ, അല്ലെ? അപ്പൊ അതിന് പുറമെ കുറച്ചുകൂടി സമയം എന്തിൽ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്? ടീച്ചേഴ്സ് ഡയറിയിൽ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ ടീച്ചേഴ്സ് സ്പെൻഡ് ചെയ്യണം. അപ്പൊ കുറച്ചുകൂടി കൂടുതൽ സമയമാണ് ആരുടെ പോകുന്നത്? അവിടെ ടീച്ചർമാർക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ഡയറി എഴുതുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ആർക്കുണ്ട്? ടീച്ചേഴ്സിന്റെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, എവറി വീക്ക് റെക്കോർഡ് ഓഫ് ടീച്ചിങ് ഹാസ് ടു ബി റെക്കോർഡഡ് ഫോർ എവറി സബ്ജക്ട് ഓഫ് ഈച്ച് ക്ലാസ് അസൈൻഡ് ടു ഹിം. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. പിന്നെ അതുപോലെ തന്നെ ഓരോ ആഴ്ചയും എന്തൊക്കെ വിഷയങ്ങളാണ് കുട്ടികളെ പഠിപ്പിച്ചത് അതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത് അത്രയധികം എളുപ്പമുള്ള ഒരു കാര്യമല്ല, അല്ലെ? ചിലപ്പോ വീട്ടിൽ വന്നതിന് ശേഷം ചിലപ്പോ ടീച്ചേഴ്സ് എന്ത് ചെയ്യാം, മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് രേഖപ്പെടുത്തി വെക്കാനായിട്ട്. അപ്പൊ ഏതൊക്കെ ചിലപ്പോ പല ക്ലാസ്സുകളിൽ കയറുന്ന ടീച്ചർമാരായിരിക്കും. അപ്പോ ആ ഒരു ക്ലാസ്സിൽ എന്താണ് എടുത്തത്, അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ എന്താണ് എടുത്തത്, 7ാം ക്ലാസ്സിൽ എന്താണ് എടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഓർത്ത് വെച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ്, ടീച്ചർ ട്രൈസ് ടു കംപ്ലീറ്റ് ഇറ്റ് വെൻ ദ പ്രിൻസിപ്പൽ ആസ്ക്സ് ടു സബ്മിറ്റ് ഹിസ് ഡയറി എനി ഹൗ ദേ കംപ്ലീറ്റ് ഇറ്റ്. അതായത് ഇത് എല്ലാ സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർ ചോദിക്കുന്ന സമയത്താണ് ചില ടീച്ചർമാർ എന്ത് ചെയ്യുക, തന്ത്രപ്പെട്ട്, അതായത് ഭയങ്കരമായിട്ട് സ്പീഡില് ആ ടീച്ചേഴ്സ് ഡയറി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ വൈവ അടക്കുന്ന സമയം അല്ലെങ്കിൽ വൈവ ചെയ്യുന്ന സമയത്തിനോട് അനുബന്ധിച്ചായിരിക്കും നിങ്ങൾ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തത്രപ്പാട് എടുക്കുന്നത്. ശരിയാണോ ഞാൻ പറയുന്നത്? ആണ് അല്ലെ? അതായത് ഒരാൾ അത് ആവശ്യപ്പെടുമ്പോഴാണ് അത് നിങ്ങളുടെ ആവശ്യമായിട്ട് മാറുന്നത്, അല്ലെ? കാരണം അത് കംപ്ലീറ്റ് ചെയ്താലാണ് മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ ഹെഡ് മാസ്റ്റർ ചോദിക്കുന്ന സമയത്ത് അത് സബ്മിറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് വളരെയധികം മെനക്കെടണം. അതൊരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ആർ നോട്ട് വെരി സീരിയസ് ഇൻ കംപ്ലീറ്റിംഗ് ഹിസ് ഡയറി. ചേഞ്ചസ് ഓഫ് സബ്ജക്ട് ആൻഡ് ക്ലാസ് ക്രിയേറ്റ് പ്രോബ്ലംസ് ടു മെയിൻറ്റെയിൻ ഇറ്റ് റെഗുലർലി. അതുപോലെ തന്നെ ഇത് എന്താ പറയാ, പല അധ്യാപകരും ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പിന്നെ സബ്ജക്റ്റുകള് ക്ലാസ്സുകള് കൂടുതലായാലും തന്നെ ഈ ടീച്ചേഴ്സ് ഡയറി സൂക്ഷിക്കുന്നതിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് വരാം. അതിനകത്ത് ഇത് രേഖപ്പെടുത്തി വെക്കണം, എഴുതണമല്ലോ, ഇത് എഴുതി സൂക്ഷിക്കുന്നതിന് ചില ഡിഫിക്കൽട്ടീസ് വരും. ഇപ്പൊ ഒരു ടീച്ചർ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ പല ക്ലാസ്സുകളിലായിട്ട് പല സബ്ജക്റ്റുകൾ എടുക്കാണെന്ന് വിചാരിക്കാം. ആ ടീച്ചറെ സംബന്ധിച്ച് 5ഉം 6ഉം അല്ലെങ്കിൽ 7 മണിക്കൂറൊക്കെയാണ് ആ ക്ലാസ് എടുക്കുന്നത്, അല്ലെ? അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ടീസ് ആണ് ഏതൊക്കെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് ആ ടീച്ചർക്ക് ചിലപ്പോൾ ഓർത്തെടുത്ത് എഴുതാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ വിഡ്രോവൽ രജിസ്റ്റർ ആണ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്തോളൂ വിഡ്രോവൽ രജിസ്റ്റർ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പിടി കിട്ടിയോ വിഡ്രോവൽ രജിസ്റ്ററിനെ കുറിച്ച്? ഒരു കുട്ടി സ്കൂളിൽ നിന്ന് മാറി പോവുകയാണെങ്കിൽ വേറെ സ്കൂളിലേക്കോ അങ്ങനെ മാറി പോവുകയാണെങ്കിൽ അപ്പോൾ കൊടുക്കുന്ന ഒരു മീൻസ് ആ ഒരു സമയത്ത് കൊടുക്കുന്നതാണ് വിഡ്രോവൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. അവര് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന വിഡ്രോവൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സ്കൂളിൽ നിന്ന് ഓക്കെ പോവുകയാണെങ്കിൽ. ഓക്കെ, അത് രേഖപ്പെടുത്തി വെക്കുന്നതാണ്. അപ്പൊ അതില് കുട്ടി ആ സ്കൂളില് വന്നത് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും. പിന്നെ കുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും ലൈബ്രറി ബുക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തോ, അത് സ്കൂളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും തീർത്തോ എന്നുള്ള അവരുടെ കയ്യിൽ വേറെ സ്കൂൾ ബുക്സോ എന്തെങ്കിലും ചാർജസോ എന്തെങ്കിലും പേയ്മെന്റ്സ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ പെൻഡിങ് ഉണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന നോട്ട് ചെയ്യാൻ വെക്കുന്ന രജിസ്റ്റർ ആണത്. അപ്പോൾ ഈ വിഡ്രോവൽ രജിസ്റ്ററിൽ പിന്നെ അവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന 2 സർട്ടിഫിക്കറ്റ്സ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ അഡ്മിനിസ്ട്രേഷന്റെ ആ സമയം മുതൽ കുട്ടി സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയം വരെയുള്ള കുട്ടിയുടെ ഫുൾ പ്രൊഫൈല് അതിൽ ഉണ്ടാവും. അപ്പോൾ അതൊരു എവിഡൻസ് ആണ്, ഒരു ലീഗലി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആണ്. ഒരു കുട്ടി അവരുടെ ബിഹേവിയർ ആയാലും പെർഫോമൻസ് ആയാലും അവിടെ നടന്നിട്ടുള്ള എല്ലാ കുട്ടീൻ്റെ ഡീറ്റെയിൽസും അതിൽ ഉണ്ടാവും. അപ്പോൾ അതൊരു ലീഗലി ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് കുട്ടിയുടെ കാര്യത്തിൽ. സ്കൂളിനായാലും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചറിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം വന്നാൽ എടുത്തു നോക്കാനും യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ആണ്. ഓക്കെ, ഇപ്പൊ വിഡ്രോവൽ രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റ് സ്കൂളിൽ നിന്ന് പഠനം നിർത്തി പോകുമ്പോൾ രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്റർ ആണ് കേട്ടോ. TC വാങ്ങിച്ചു പോകില്ലേ? TC വാങ്ങിച്ചു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പഠനം നിർത്തി പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് എന്തിൽ രേഖപ്പെടുത്തുന്നത്? വിഡ്രോവൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പോ ഇതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് സ്കൂള് വിട്ടു പോകുന്ന സ്റ്റുഡന്റ് ആരാണോ അവരാദ്യം വിഡ്രോവൽ ഫോം പൂരിപ്പിക്കണം. ഒരു ഫോം കൊടുക്കും, അതിനെ പറയുന്ന പേരാണ് വിഡ്രോവൽ ഫോം. ആ ഫോം എന്ത് ചെയ്യണം? കുട്ടി ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്, അതായത് കുട്ടിക്ക് വേറെ സ്കൂളിൽ വേറെ അധികം ലൈബിലിറ്റീസ്, അതായത് ബാധ്യതകൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്താ പറയുന്നത്, ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുത്തിട്ടുണ്ടോ? അല്ലെ? നമ്മളും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? കോളേജ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തീരാറാകുന്ന സമയത്ത്, ക്ലാസ് ഒക്കെ തീരാറാകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചേൽപ്പിക്കണം. ബുക്ക് നമ്മൾ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ പിന്നെ ക്ലാസ് ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലയബിലിറ്റി കുട്ടിക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ക്ലാസ് ടീച്ചറിൽ നിന്നും എന്താണ് പറയാ ഒരു ഫോം പോലെ ഒരു കാര്യം വാങ്ങി സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഓഫീസിൽ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ഫില്ല് ചെയ്തിട്ടുള്ള ഫോമുകളും മറ്റുമൊക്കെ സ്കൂളിന്റെ ഓഫീസിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, കുട്ടി പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഓഫീസിൽ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് അഡ്മിഷൻ രജിസ്റ്റർ, എൻറോൾമെന്റ് രജിസ്റ്റർ എന്നിവ പരിശോധിച്ച് ശരിവെച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്?
ഹെഡ് മാസ്റ്റർ ഒപ്പിടുന്നത്. അതായത് ആ കുട്ടിക്ക് പോകാനുള്ള ഒരു അനുവാദം കൊടുക്കുന്നത് ഇതൊക്കെ പരിശോധിച്ച്, അതായത് അഡ്മിഷൻ രജിസ്റ്റർ പരിശോധിക്കും, കുട്ടിയുടെ എൻറോൾമെന്റ് രജിസ്റ്റർ പരിശോധിക്കും, അതിനുശേഷം എന്ത് ചെയ്യും, ഹെഡ് മാസ്റ്റർ ഇതിനകത്ത് സൈൻ ചെയ്തു. ഓക്കെ, അതിനുശേഷം വിഡ്രോവൽ രജിസ്റ്ററിൽ ആ കുട്ടിയുടെ വിവരങ്ങൾ, അതായത് പേര്, മറ്റ് ഡീറ്റെയിൽസ് എന്നിവ വിഡ്രോവൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഓക്കെ, ഇതിന് ശേഷമാണ് എന്ത് കൊടുക്കുന്നത്, കുട്ടിക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ TC കൊടുക്കുന്നത്. കേട്ടോ, നമ്മളൊക്കെ TC ഒക്കെ മേടിച്ചിട്ടുണ്ടാവും അല്ലെ, ചെറുപ്പ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് വെറുതെ അവരെന്ത് തരില്ല, TC തരില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വിഡ്രോവൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് TC അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഓരോ കുട്ടിക്കും കൊടുക്കുന്നത്. എല്ലാ സ്കൂളിലെയും പ്രൊസീജിയർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ വിഡ്രോവൽ രജിസ്റ്റർ? The next one, data entry of students records in computer. ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എന്ന് ശ്രദ്ധിക്കൂട്ടോ. ഡാറ്റ എൻട്രി എന്ന് പറയുന്നത്, അതായത് ഇപ്പോ നമ്മള് സ്കൂളുകളിൽ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലെ. അതായത് റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിന് പകരം കമ്പ്യൂട്ടറിലാണ് സകലമാന ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ സ്കൂൾ മാനേജ്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപകമായിട്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ സ്റ്റുഡൻസിന്റെയും പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകൾ സഹായിക്കുന്നുണ്ട്. മുമ്പ് രജിസ്ട്രേഴ്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്, പക്ഷെ ഇതിന് ടൈം കുറെ വേണ്ടിയിരുന്നു. അതായത് കുറെ സമയം നമ്മൾ ഇത് എഴുതാനും അത് ചെക്ക് ചെയ്യാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതിന് പകരം സ്റ്റുഡൻസിന്റെ റിസൾട്ടുകളായാലും സർട്ടിഫിക്കറ്റുകളായാലും മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് കമ്പ്യൂട്ടറാണ് ഇപ്പോ ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറെ അധികം ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് എന്താ പറയാ, കുറെ അധികം നേരെ എഴുതേണ്ട കാര്യമില്ല, അത് സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഡെസ്റ്റും മറ്റൊക്കെ പിടിച്ച് നമുക്കറിയാം, ഓരോ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാല്
കുറെ അധികം രജിസ്റ്റേഴ്സ്, ഒരു രജിസ്റ്റർ കളയില്ല കേട്ടോ. എല്ലാ, അതായത് ഒരു സ്കൂള് തുടങ്ങി ആ സ്കൂള് എൻഡ് ചെയ്യുന്നത് വരെ, അതായത് എൻഡ് ചെയ്യുന്ന പതിവില്ല, എന്നാലും ഞാൻ പറയുവാണ്, എപ്പോഴാണ് ഇപ്പൊ 1980 തുടങ്ങിയിട്ടുള്ള സ്കൂളുകളാണെങ്കിൽ ആ സ്കൂളിന്റെ അന്ന് മുതലുള്ള രേഖകൾ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് സ്കൂളിൽ കെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് മാറ്റം വരുത്തി കുറച്ച്, അതായത് നമ്മുടെ കാലത്തിനനുസരിച്ച് കോലം മാറാന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് സ്കൂളുകളിലും ഇപ്പോ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേഷൻ ചെയ്യുന്നത് കമ്പ്യൂട്ടർ എൻട്രി വഴിയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ധാരാളം ബെനിഫിറ്റ്സുകൾ നമുക്ക് കിട്ടും അല്ലെ. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നതെന്ന് നോക്കാം. ഒന്ന്, അഡ്മിഷൻ ഓഫ് ദി സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. അതായത് കുട്ടിയുടെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക പ്രൊഫൈൽ തയ്യാറാക്കുന്നുണ്ട്. രണ്ടാമത്തത്, സ്റ്റുഡൻസ് പ്രൊഫൈൽ ഫോർ ദി സ്റ്റുഡൻസ് പെർഫോമൻസ്. ഓരോ കുട്ടികളുടെയും പെർഫോമൻസിനനുസരിച്ചുള്ള ഒരു പ്രൊഫൈൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത്, ഫോർമാറ്റ് ഓഫ് മാർക്ക് ഷീറ്റ് ഓഫ് ദെയർ ടെർമിനൽ ഓഫ് ഫൈനൽ റിപ്പോർട്ട്സ് ആൻഡ് യൂണിറ്റ് പ്ലാൻ ടേംസ്. അതായത് ഓരോ കുട്ടിയുടെയും എന്താ പറയാ മാർക്കുകൾ, അതായത് ടേം എക്സാമിനുള്ള മാർക്കുകൾ, ഫൈനൽ എക്സാമിന്റെ മാർക്കുകൾ, അതിന്റെ റിസൾട്ടുകളും മറ്റുമൊക്കെ കമ്പ്യൂട്ടറിലാണ് കളക്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോർമാറ്റ് ഓഫ് ദ സർട്ടിഫിക്കറ്റ്സ്. സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് റെഡിയാക്കുന്നതിന് കമ്പ്യൂട്ടറുകളാണ് ഇന്നത്തെ സ്കൂളുകളിൽ ഉപയോഗിച്ച് വരുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. അപ്പോ അടുത്ത ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട് അഡ്മിഷൻ ഓഫ് ദി സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് അതിപ്പോ ഒരു കുട്ടിക്ക്, ഒരു സ്റ്റുഡന്റിന്റെ സ്കൂളില് അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ ഫോം പൂരിപ്പിക്കണം അല്ലേ? നമ്മൾ അഡ്മിഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ, ഉണ്ട് അല്ലെ? അപ്പൊ ഈ അഡ്മിഷൻ ഫോം എന്താണ്? ഈ ഫോം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെഡിയാക്കുന്നത് അല്ലെ? ഓക്കെ, അതായത് ഓരോ ഫോർമാറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ എൻട്രി ചെയ്തിട്ടാണ് ഈ ഫോം റെഡിയാക്കുന്നത്. അതിനുശേഷം അത് പ്രിന്റ് ഔട്ട് എടുത്ത് കോപ്പി എടുത്തിട്ടാണ് കുട്ടികൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫോം കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം കുട്ടികൾ അത് ഫില്ല് ചെയ്തിട്ട് അവരുടെ അഡ്മിഷൻ നമ്പർ, എൻറോൾമെന്റ് നമ്പർ എന്നിവ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കുട്ടികൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് ഓഫീസേഴ്സിനായിട്ട് കൊടുത്തതിന് ശേഷം അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർക്ക് അഡ്മിഷൻ നമ്പറും എൻറോൾമെന്റും കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് എൻട്രി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നമ്പർ ഉപയോഗിച്ച്, അതായത് ഓരോ കുട്ടിക്കും കൊടുത്തിട്ടുള്ള അഡ്മിഷൻ നമ്പർ ഉപയോഗിച്ചിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേകം എന്ത് തയ്യാറാക്കുന്നു, ഒരു പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ പ്രൊഫൈലിലൂടെ ആ കുട്ടികളുടെ എല്ലാ രേഖകളും, എല്ലാ പഠനപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ പ്രൊഫൈലിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ആ കുട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ആ കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കുട്ടിയുടെ എക്സാമിന്റെ മാർക്കുകൾ, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ, ഇതൊക്കെ എന്ത് വഴി സൂക്ഷിക്കാൻ പറ്റും, ഈ പ്രൊഫൈൽ വഴി കമ്പ്യൂട്ടറിൽ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ ഓഫ് ദി സ്റ്റുഡൻസിൽ പറയുന്നത് കേട്ടോ. The next one, students profile for the students performance and participation in school program. അതായത് കുട്ടികള് ഇപ്പോ നമുക്കറിയാം പലതരത്തില്, ഞാൻ അതൊന്ന് വായിച്ചു കേട്ടോ ആദ്യം. ആഫ്റ്റർ അഡ്മിഷൻ the students participate in various school cultural and co-curricular activities, NCC, about and NSS programs. The students' participation, their level of performance, and awards are also recorded in the computer file attributing to their enrollment numbers. The provision is made in the format of the student's file. The format of computer performer has the columns of this data entries. In this way, computer formulates a student profile for each student together. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് കുട്ടികളുടെ ഓരോ കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികൾ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടിയതിനു ശേഷം
പലതരത്തിലുള്ള പ്രോഗ്രാമുകളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള എന്താണ് കലാപരിപാടികളിലൊക്കെ കുഞ്ഞുങ്ങൾ പങ്കെടുക്കും അല്ലെ. ഈ പങ്കെടുക്കുമ്പോഴും ഫോർ എക്സാമ്പിൾ ഇപ്പൊ NCC, സ്കൗട്ട്, അതുപോലെ NSS ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ പങ്കെടുത്തു കഴിഞ്ഞാല് അവർക്ക് നല്ല രീതിയിൽ അതിനകത്ത് പെർഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാല് ആ വിവരങ്ങൾ, അതായത് അവരുടെ പെർഫോമൻസ്, അതായത് അവർക്ക് ചിലപ്പോൾ പ്രൈസ് കിട്ടിയിട്ടുണ്ടാകാം, ചിലപ്പോ അവര് എന്താ പറയാ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങള് എന്തിൽ രേഖപ്പെടുത്തിയ വെക്കുന്നത്, കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് കളക്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റുഡൻസ് പ്രൊഫൈലിൽ അവർ ഇങ്ങനെയുള്ള NCC പോലുള്ള കാര്യങ്ങൾ, NSS പോലുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർ വല്ല വിന്നർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും എന്തിൽ വെക്കുന്നുണ്ട്, ഈ ഒരു കമ്പ്യൂട്ടർ പ്രൊഫൈലിൽ എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, the next one, format of mark sheet and terminal final result. The main task of school is to organize teaching and conduct examinations, first, second and final terminal examination. Before the examination, students have to complete the examination form, which comprises the admission card. The format of the examination form is proceed according to use of computer data entry. Every student is allotted an examination number to maintain examination record on the computer. After examination, accrued marks of the students are entered in the computer. The computer arranges the mark sheet of each student and the consolidated result of the examination. In the home examination, first, second and terminal marks are also entered and students' result prepared very quickly, and students' mark sheet are also prepared. Similarly, the results are given on computer internet service before disclosure in the newspaper. അതായത് നമുക്കറിയാം കുട്ടികളുടെ എന്താ പറയാ മാർക്ക് ഷീറ്റുകൾ റെഡിയാക്കുന്നതിനും അവരുടെ ടെർമിനൽ എക്സാം, ഫൈനൽ എക്സാം, അങ്ങനെ പലതരത്തിലുള്ള എക്സാമുകളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിനുമായിട്ടൊക്കെ എന്ത് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മൾ മുമ്പത്തെ കാലമൊക്കെ ആണെങ്കിലും പണ്ടത്തെ സമയത്തൊക്കെ നമ്മൾക്കറിയാം നമ്മൾ റിസൾട്ടുകളൊക്കെ നമ്മൾ നോക്കുന്നത് ന്യൂസ് പേപ്പറിലൂടെയായിരുന്നു പണ്ടത്തെ സമയത്ത്. ഒന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ വളരെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ നിങ്ങളുടെ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ എന്താണ് 10th ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പത്രത്തിലൊക്കെയാണ് വരിക, ന്യൂസ് പേപ്പറിലാണ് വരിക റിസൾട്ട് അല്ലെ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അല്ലെ. എല്ലാരും എന്താണ് ഓൺലൈൻ വഴി നമുക്ക് കമ്പ്യൂട്ടറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ വിവരങ്ങള് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഇപ്പൊ ടേം എക്സാം അങ്ങനെയുള്ള എല്ലാ എക്സാമുകളുടെയും റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ കമ്പ്യൂട്ടർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത ഫോർമാറ്റിൽ എൻ്റർ ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഒരു പാർട്ടും കൂടെ ഉള്ളൂ, സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്സും മെയിൻ്റനൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്സും. അതും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാല് പിന്നെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ എടുക്കും കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ഈ ഒരു ഭാഗം തീർക്കാം. അതിനുശേഷം സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ അതെടുക്കാം കേട്ടോ. ഓക്കെ, മറ്റു മിസ്സുമാരുടെ ഒക്കെ എടുത്ത് തീർന്നായിരുന്നോ? 2 ചാപ്റ്റർ തീർന്നിട്ടുണ്ടായിരുന്നു മാം. അതെ അല്ലെ, 2 ചാപ്റ്റർ തീർന്നു. ആരുടെയാണ്? അപർണ മാമിന്റെയും മിൽഡ് റോസ് മാമിന്റെയും 2 ചാപ്റ്റർ. ഓ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഈസി അല്ലേ? വായിച്ച മനസ്സിലാവില്ലേ? ഓക്കെ, അപ്പൊ നാളെ നമുക്കിത് ഫിനിഷ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. എങ്ങനെയുണ്ടായിരുന്നു റോഷിനി? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലായിരുന്നു. നല്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഷോനിമ MT9 അല്ലേ? അല്ല മാം, MT10 10 ആണല്ലേ? ആ, ഓക്കെ താങ്ക് യു.